നമസ്കാരം. അനിൽ നമ്പ്യാർ എന്നുള്ള ഒരു സംഘി ഉഡായിപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കായിരുന്നു. അതായത് അനിൽ നമ്പ്യാർ അല്ല, അനിൽകുമാർ VP എന്ന് നമുക്ക് വിളിക്കാം. കോൺഗ്രസ് പാളയത്തിൽ നിന്ന് സംഘിയിടത്തിലേക്ക് പോയപ്പോൾ ജാതിവാൽ എഴുതി ചേർത്ത പഴയ സൂര്യ TVയിലും രമേശ് ചെന്നിത്തലയുടെ അടുക്കളയ്ക്കകത്ത് മീൻചട്ടി കഴുകിക്കൊണ്ടിരുന്നവനാണ് ഈ അനിൽ നമ്പ്യാർ എന്ന പഴയ അനിൽകുമാർ VP. ഇപ്പോൾ രാഹുൽ മാങ്കാണ്ടിക്കെതിരെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം രാത്രി ഇട്ടൊക്കെയാണ്. ഇതേ അങ്ങോട്ട് നോക്കിയേ. ബോഡി ഷെയ്മിംഗ് എന്നും പറഞ്ഞ് ആരും ഇങ്ങോട്ടേക്ക് വന്നേക്കരുത്. ലിംഗവ്യത്യാസമില്ലാതെ പലരുടെയും ശരീരത്തിൽ കയറിയവനോട് എന്ത് ഷെയ്മ എന്നാണ് ചോദ്യം. കണ്ടില്ലേ? അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഞാനിതാ ഒരു വലിയ വീരസിംഹമാണെന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ്. ഈ പറയുന്ന ഊളയോട് തിരിച്ചു ചോദിക്കാനുള്ള ഒരു കാര്യം, ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടി ഇതേ സ്ഥാപനത്തിൽ ജോലി ചെയ്താണ്, ഇവനാൽ ആക്രമിക്കപ്പെട്ടു, ഗർഭചിത്രം നടത്തി, ഈ ആരോപണങ്ങൾ വോയിസ് എല്ലാം പുറത്തു വന്നു, ഇവൻ വച്ച നാവെടുത്തു. അല്ലെങ്കിൽ ഇത് അറിഞ്ഞതിന് ശേഷം ഒരു ഉത്തമ മാധ്യമ പ്രവർത്തകനാണെങ്കിൽ ആദ്യം ഇവൻ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? രാഹുൽ മാങ്കൂട്ടം ഈ തെണ്ടിത്തരം നടത്തിയെന്ന് ആ ശബ്ദരേഖ വന്നപ്പോഴെങ്കിലും ഇതുപോലൊരു പോസ്റ്റ് അവൻ ഇടണ്ടായിരുന്നു. ഉടായ്പ നോക്കണേ. സാഹചര്യത്തിനനുസരിച്ച് ഇപ്പോൾ രാഹുൽ ഈശ്വർ ചെയ്യുന്ന ഒരു പ്രവൃത്തി കണ്ടിട്ടില്ലേ? ആ സിറ്റുവേഷനിൽ തനിക്ക് പേരെടുക്കുക, തനിക്ക് സ്കോർ ചെയ്ത് താൻ ഒരു വലിയ വിമർശകനാണ് അല്ലെങ്കിൽ ഏത് കാര്യത്തിലും പ്രതികരിക്കുന്നവനാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത ഈ പ്രവർത്തനത്തിൽ ഒരു പീഡകൻ ഇത്രയും നാളം കൂട്ടുനിന്ന് അവന്റെ തോളിക്കൈയിട്ടുകൊണ്ട് നടന്ന് രാഹുലിന് വേണ്ടി കൈയടിച്ച ഒരു ഊള മാപ്ര ഇരുന്നിട്ട് ഇന്നിപ്പോ സംഘികൾക്കിടയിൽ അവൻ ഒരു സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ഇടപെടൽ നാട്ടുകാർ മനസ്സിലാക്കണം. ഇതേ സ്ഥാപനത്തിനകത്ത് ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു, അതൊരു അവതാരകയാണെന്ന് പലപ്പോഴും പറഞ്ഞ സന്ദർഭത്തിൽ അതെല്ലാം അറിഞ്ഞതിന് ശേഷവും നിശബ്ദത പാലിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് പിന്തുണ കൊടുത്ത് അവരുടെ ചാനലിലൂടെ തന്നെ ഈ ഒരു നീതി നിഷേധത്തെക്കുറിച്ച് ജനങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഊളയെ നമുക്ക് വിശ്വസിക്കാമായിരുന്നു. പക്ഷെ ഇതെന്താണ് ലക്ഷ്യമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. ഈ സാഹചര്യത്തിൽ ഇയാൾക്ക് കിട്ടിയ അവസരത്തിൽ ഒരു സ്കോർ ചെയ്യുക, ഞാനൊരു ഹീറോ ആകുക, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തേതാ നിശിതമായി വിമർശിച്ചു എന്ന് വരുത്തുക. ഇതിനപ്പുറത്തേക്ക് ഇവരെല്ലാം ആ വേട്ടക്കാരനോടൊപ്പമാണ്. പണ്ട് സൂര്യ TV കാലം മുതൽ കോൺഗ്രസ്സുകാരനായിരുന്നു, വയറ്റിപ്പിഴപ്പിന് വേണ്ടി സംഘിയായി മാറി ജാതിവാൽ ചേർത്ത അനിൽകുമാർ VP ഇത് ചെയ്തതിൽ അത്ഭുതമൊന്നുമില്ല. പിന്നെ കോൺഗ്രസ്സുകാരുടെ പഴയ വ്യാജ രേഖാ ചമയ്ക്കൽ അറിയാലോ, TV തോമസിന്റെയും ഒപ്പം തന്നെ പലരും ആ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇപ്പോൾ ഇടതുപക്ഷത്തിലുള്ള ശോഭന ജോർജിനെ പോലുള്ളവരുടെ എല്ലാം അന്നത്തെ കാലഘട്ടത്തിൽ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കാൻ നടന്ന കോൺഗ്രസ്സുകാരൻ ഇന്നിപ്പോൾ സംഘി ചാനലിനകത്തിരുന്ന് ഒരു മുഴുമുഴുത്ത സംഘിയായിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് നിലനിൽപ്പിന് വേണ്ടി വയറ്റിപ്പിഴപ്പിന് വേണ്ടി അനിൽകുമാർ VP ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളെ നാട് മനസ്സിലാക്കുക. ഇതാണ് യഥാർത്ഥ നമ്പ്യാർമാർ അല്ലെങ്കിൽ ജാതിവാൽ തൂക്കി നടക്കുന്നവന്മാർ. സാഹചര്യത്തിനനുസരിച്ച് അവന്മാരുടെ ഇമേജ് ഉയർത്താൻ വേണ്ടി ഇന്നലകളിൽ ഇവൻ ആദ്യമേ വിളിച്ചു പറയുകയാണ്, രാഹുൽ മാങ്കൂട്ടൻ ചെയ്തിട്ടുണ്ട്, അതിനെനിക്ക് കൃത്യമായിട്ടുള്ള വിവരമുണ്ടെന്നൊരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പോലും പറയാത്ത ഈ ഊള സോഷ്യൽ മീഡിയയിലൂടെ ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, കാപട്യമായിരുന്നു എന്ന്. സ്വന്തം സ്ഥാപനത്തിനകത്തെ ഒരു സ്ത്രീക്ക് നേരെ ഇത്രയും വലിയ അതിക്രമം ഉണ്ടായിട്ട് വാ തുറക്കാതെ മിണ്ടാതിരുന്ന ഒരുത്തൻ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ട് ഹീറോയിസ്റ്റിക് ഡയലോഗ് അടിച്ചാൽ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് നാട്ടുകാർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുപോലുള്ള കപടന്മാരെ തിരിച്ചറിയേണ്ടതുണ്ട്. മാധ്യമ കുപ്പായത്തിനകത്തിരിക്കുന്ന ഏറ്റവും വലിയ ക്രിമിനൽ മൈൻഡുള്ളവന്മാരാണ് ഇതൊക്കെയെന്ന് ഇദ്ദേഹത്തിന്റെ പൂർവ്വകാലം, അത് നിങ്ങൾക്ക് സ്വർണ്ണക്കടത്ത് കേസിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. സ്വപ്ന സുരേഷിനെ നേരിട്ട് ഫോൺ ചെയ്ത വ്യക്തിയാണ്. അതിനു മുന്നേ ഈ വ്യാജരേഖ ചമച്ച കേസ്, സൂര്യ TVയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു വ്യക്തിയെ മുക്കിക്കൊല്ലുന്നതിനെ മുഴുവൻ വീഡിയോ എടുത്ത് രസിച്ച വ്യക്തി. അങ്ങനെയുള്ള മഹാൻ ഇന്നിപ്പോ ഈ പെൺകുട്ടിയെ ആക്രമിക്കുന്ന കഥകളും അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ട് അതിനെ ആസ്വദിച്ചു കൊണ്ടിരുന്നതിന് ശേഷം ഏറ്റവും ഒടുവിൽ വന്നിട്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പിടുമ്പോൾ എന്താണ് അതിന്റെ പിന്നിലുള്ള ചേതോവികാരമെന്ന് നാട്ടുകാർ ചിന്തിക്കണം. അടിമുടി ഉടായ്പാണെന്ന് പറയുന്നതിൽ യാതൊരു മടിയും വേണ്ട.